സത്യസന്ധമായ അഭിപ്രായം പറ. ആ ചാറ് ഇങ്ങനെ മുക്കി എടി ഈ പൊറോട്ടയും ബീഫ് കറിയും പോലെ തന്നെ അതല്ല, പോത്ത് കറിയും ഏത്തക്കാപ്പും ഉണ്ട്. ഇപ്പോൾ വരാം. മനസ്സിലായോ? വരുന്നുണ്ട്. കുഴക്കട്ടയുണ്ട്, ഇലയപ്പം ഉണ്ട് കേട്ടോ. കുഴക്കട്ടയുണ്ടേ, വേണ്ട ഞാൻ പറഞ്ഞ സാധനം പറ്റേ. അതേ ഉള്ളു മൊത്തം. ചായ കുടിക്കാനാന്ന് പറഞ്ഞു വന്നിട്ട് പോത്ത് കറി ഏത്തക്കാപ്പും. പൊറോട്ടയും ബീഫ് കറിയും പോത്ത് കറിയും വേണ്ട. നോക്കി കഴിച്ചു നോക്കിട്ട് പറ. ഇപ്പൊ ഭയങ്കര ക്വാണ്ടിറ്റി ആണല്ലോ. സത്യസന്ധമായ അഭിപ്രായം പറ. തെറ്റല്ലേ? ആദ്യം വേണ്ടെന്ന് പറഞ്ഞ ആളാ. മുക്കൂട്ടുതറ പൊത്തേ ഇതിന്റെ സംരംഭകനാണ് നിൽക്കുന്നത്. അടിപൊളി. അറിയാനുണ്ടോ കേട്ടോ? ഇഷ്ടപ്പെട്ടോ? ഈ സ്പോട്ട് എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ്. പത്തനംതിട്ട സ്റ്റേഡിയത്തിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടുത്തെ മെയിൻ ഐറ്റം ഇത്. സാധാരണ പൊറോട്ടയും ബീഫുമാണ് നമ്മുടെ ഹൈലൈറ്റ് മലയാളികളുടെ. അടുത്ത കാലത്തായിട്ട്, അടുത്ത കാലമല്ല കുറച്ച് നാളായി, രാജാവായ സാധനമാണ് ഏത്തക്കാപ്പും പോത്തുകറി. ആദ്യം വേണ്ടല്ലേ ഈ കോമ്പിനേഷൻ? പക്ഷെ പോത്ത് ഉഗ്രം പോത്താ കേട്ടോ, അന്യായ ടേസ്റ്റ്. ആ ചേട്ടൻ പറഞ്ഞ കറക്റ്റാ. അല്ല ഇവിടെ തന്നെ തീർക്കും. ഓക്കെ, ആൾക്കാരെ ഒന്ന് കൊതിപ്പിക്കട്ടെ. നിർത്തില്ല വേണ്ടോ? വേണ്ട, അതൊന്ന് ഞെരിടി. വേണം കേട്ടോ, ചായ വേണം. ഒന്ന് ഞെരിടി വേണ്ട. ആ ബീഫ് അതിനകത്തോട്ട് വെച്ച് ആ ചാറ് ഇങ്ങനെ മുക്കി ഇങ്ങനെ. ആ അടിപൊളി. കലാസ് കഥം. രണ്ട് ചായം കൂടെ വരുന്നുണ്ട്. ആ എരിയുടെ കൂടെയും മധുരത്തിൻ്റെ കൂടെയും ഈ ഒരു ചായം കൂടെ അടിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റ്. അടിച്ചോ എവിടെ? ആഹാ, അറേ വാ ഉസ്താദ് വാ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് കഴിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം പറയണേ. തീർച്ചയായിട്ടും ഒരുമാതിരിപ്പെട്ടവരൊക്കെ കഴിച്ചിട്ടുണ്ടാവും. എന്തായാലും അടിപൊളി ടേസ്റ്റ് കേട്ടോ. പ്രത്യേകിച്ച് പോത്ത് കറി അന്യായ രുചി. അതെ, മീറ്റ് നല്ല മീറ്റാണ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.